ഗുഡ് മോർണിംഗ്. മുഖത്തൊരു ക്ഷീണം തോന്നില്ലേ? എൻ്റെ മുഖത്ത് തോന്നുന്നതല്ല കേട്ടോ, ശരിക്കും ഉണ്ട്. കാരണം കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ഞാനൊന്ന് എനിക്ക് ജീവനുണ്ടെന്ന് തന്നെ തോന്നുന്ന ഒരു ദിവസം ഇന്നാണ്. ഒട്ടും വയ്യായിരുന്നു. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒരു ഇതുവരെ വന്നിട്ടില്ല. അതിനിടയ്ക്ക് ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ പോവാം. എനിക്ക് ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ച് സെമിനാർ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമാധാനപരമായിട്ടുള്ള, എപ്പോഴത്തെ പോലെ സമാധാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ ടയേർഡ് ഗേൾ. ഇന്നതെ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ ടയേർഡ് ഗേൾ. സിനിമ തുടങ്ങി 5 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്കിട്ട് സ്വാഭാവികമാണല്ലോ. ഞാൻ ഇതുവരെ ഐമാക്സ് മിക്കവാറും ഞാൻ റിക്ലൈനറാണ് എനിക്കിഷ്ടം. ഞാൻ വിചാരിച്ചു അതായിരിക്കും ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുകയെന്ന്. പക്ഷേ റിക്ലൈനർ അല്ല ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഐമാക്സിൽ ഒരു സെന്റർ സീറ്റ് ഉണ്ടല്ലോ, ആ താഴെയുള്ള ഇരിക്കുന്ന സെന്റർ സീറ്റാണ് ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുന്നത്. നിന്നവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി. നല്ല സെറ്റ് സ്ക്രീൻ ആയിരുന്നു. ലൈക്ക് അതൊരു ഭയങ്കര വിഷ്വൽ എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ ഐമാക്സ് എടുക്കുന്ന ആൾക്കാർ റിക്ലൈനർ എടുക്കാണ്ട് താഴെയുള്ള സീറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇത്രയും കാലം എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഒന്നും തോന്നില്ല. ഞാൻ റിക്ലൈനറിൽ ഇരുന്നിട്ട് ഞാൻ ഓൾറെഡി എനിക്ക് പൊക്കം കുറവായതുകൊണ്ടാണോ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ റിക്ലൈനറോട്ട് ബാക്കിലോട്ട് കിടന്നു കഴിയുമ്പോൾ എനിക്കതൊരു നോർമൽ സ്ക്രീൻ പോലെയാണ് തോന്നുന്നത്. പക്ഷേ എല്ലാവരും ഐമാക്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയ വ്യത്യാസമുണ്ട്, എന്നാലും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഇന്ന് ഈ പ്രോപ്പർ സീറ്റിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വ്യത്യാസമാണ്. ഞാനിപ്പോൾ പോയപ്പോൾ ബ്ലാക്ക് കളർ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനബിൾ ഫങ്കി മറ്റേ ബ്ലൂ ഷൂസ് ഒക്കെ ഇട്ടിട്ടാണ് പോയത്. അതെന്താണെന്നറിയാമോ? ഈ ഷൂ ഞാൻ ഒരു 5 വർഷം മുമ്പ് വാങ്ങിച്ചത്. 5 വർഷം മുമ്പ് എനിക്ക് ബ്രൈറ്റ് കളേഴ്സിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്വിച്ച് ബോർഡ് വരെ ഇങ്ങനെ പച്ചമഞ്ഞ നീലേക്ക് അടിച്ചു വെച്ചു. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റൈൽ ഇവോൾവ് ആയിട്ട് എനിക്കിപ്പോൾ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ എൻ്റെ ബേജ് ഷൂ എല്ലാം ചീത്തായിപ്പോയി, എൻ്റെ ബേജ് വൈറ്റ് എല്ലാം ചീത്തായിപ്പോയി. ഇപ്പം ഈ ഒരു ഷൂ മാത്രമാണ് ഇടാൻ കുഴപ്പമില്ലാത്ത രീതിയിലിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് ഞാൻ എൻ്റെ ബ്ലൂ ഷൂ ഒക്കെ ഇട്ട്, ബ്ലാക്ക് ഡ്രസ്സ്, ബ്ലൂ ഷൂ. ഫിലിം അടിപൊളി ഫിലിമായിരുന്നു. റണ്ണിങ് മാൻ ആയിരുന്നു. ഒരു 2 hours ഉള്ള ഫിലിമായിരുന്നു. പക്ഷെ കുറേ നാളിന് ശേഷം അത്യാവശ്യം നല്ലൊരു ഫിലിം കണ്ടതാ. അതിന്റെ ക്ലൈമാക്സ് എനിക്ക് കുറച്ച് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതല്ലാണ്ട് നല്ല അടിപൊളി സിനിമയാണ്. എന്റെ ഗട്ട് ഇൻഫ്ലെയിംഡ് ആക്കാത്ത പിസ്സ കുഴപ്പമില്ല. അപ്പൊ പിസ്സ കഴിക്കാന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ത്രെഡ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പുരുകത്തിൻ്റെ, ഈ കട്ടിപ്പുരുകത്തിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇത് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് പുരുകമൊക്കെ ഉള്ളതുകൊണ്ട്. കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ട, ഫില്ല് ചെയ്യേണ്ട, മൈക്രോബ്ലേഡിങ് ചെയ്യേണ്ട, അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പക്ഷേ ഇതാണ് അവസ്ഥ. കുറച്ച് ദിവസം എടുത്തില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഇങ്ങനെയല്ലേ, ഇത് കുറച്ചേ വളർന്നിട്ടുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ഇത് ഒരേ സമയത്ത് ഒരു നല്ല കാര്യമാണ്, എന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഞാൻ ഇന്ന് രാവിലെ കണ്ണാടി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് I have thick brows, but what is this? Like so hard to maintain, like literally so hard to maintain. Teddy bear and teddy bear. കുളിച്ചിട്ട് ഇതുവരെ മുടി ഉണങ്ങിയില്ല. അതുകൊണ്ട് ഇന്ന് ഓപ്പൺ ഹെയർ സ്റ്റൈലാണ്. ഹെയർ സ്റ്റൈലൊന്നും പറയാനില്ല, വെറുതെ മുടി പിരിച്ചിട്ടേക്ക് ജിമ്മിൽ പോകുമ്പോൾ. ഇത് കുറച്ച് ഉടക്ക് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് ഐ എം ഗോയിങ് ടു ഡീറ്റാങ്കിൾ ഇറ്റ്, ലൈക്ക് വിച്ച് അപ്രോക്സിമേറ്റ്ലി ടേക്സ് മീ 2 hours. എനിക്ക് കുക്ക് ചെയ്യാൻ ഇന്ന് വയ്യ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ ടയേർഡ് ഡേയ്സ് ആണ്. കുറച്ച് ദിവസം ഞാൻ എന്നെ ശല്യം ചെയ്യുന്നില്ല. ഈ ഒരു കുറച്ചൊന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇന്നൊന്നും കുക്ക് ചെയ്യുന്നില്ല. എനിക്ക് അപ്പുറത്ത് തട്ടുകടയിൽ പോയി എന്തെങ്കിലും കുറച്ച് മേ ബി ചിക്കൻ കറി, ചപ്പാത്തിയോ ഇടിയപ്പോ, ഒരാൾക്ക് തീരെ യോജിപ്പില്ല അതിനോട്. ബട്ട് സ്റ്റിൽ എനിക്കിന്നൊന്നും കുക്ക് ചെയ്യാനുള്ള ഒരു ആരോഗ്യം.
ഐ എം ഓൾസോ ഓൺ എ ഡയറ്റ്. പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡാണ്. എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കുറേ ദിവസം കൊണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, വയ്യാതായതിൻ്റെ ക്ഷീണം റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ്. പതുക്കെ മാറുള്ളൂ. ഐ ഡോണ്ട് വോണ്ട് ടു പ്രഷർ മൈ സെൽഫ് ലൈക്ക് യു. അപ്പോൾ ഞാൻ എന്തെങ്കിലും പോയി വാങ്ങിച്ച് കഴിക്കട്ടെ. നമ്മൾ ട്രിവാൻഡ്രം കാലത്തെ ഹിഡൻ സ്പോട്ടായിട്ടുള്ള ട്രിവാൻഡ്രം സൂയിലാണ്. ആർക്കും അറിയത്തില്ലല്ലോ പാവം. അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും പോകണം, നടക്കണം എന്ന് വിചാരിച്ചപ്പോൾ വേറെ ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ്. മൂവീസിൻ്റെ ഏരിയ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി കുറേ കാഴ്ചകൾ ഇവിടെ കാണാൻ. ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളിയാണ് വരാനായിട്ട്. കാരണം കുറേ ദൂരം നടക്കാനായിട്ട്. മൃഗങ്ങളെ നമ്മൾ കണ്ട് ശീലമാണ് ട്രിവാൻഡ്രംകാർക്ക്. എന്നാലും കുറേ ദൂരം ഇങ്ങനെ നല്ല പച്ചപ്പും പ്രകൃതി രമണീയമായ സ്ഥലം നോക്കി നടക്കുന്നത് ഒരു രസമല്ലേ? യപ്പ്. കരടിയെ കാണാൻ പോവാം. കരടി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് ഏകദേശം നല്ല ഉറപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കരടി ഉണ്ടായിരുന്നില്ല. എവിടെ പോയെന്നേ കരടി എവിടെ പോയി? ഇവിടെ പോയിരുന്നു എന്തോ കഴിഞ്ഞ ഇവിടെ കരടി ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ കരടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടിട്ടേ ഇല്ല. തവണ എനിക്ക് കരടിയെ കാണാം. അങ്ങനെ ഞാൻ കരടിയെ കണ്ടു. പക്ഷെ പാവം കരടി ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെറിയ സങ്കടം വന്നു. എന്തുകൊണ്ടോ നമ്മൾ കണ്ട ഉടനെ തന്നെ കരടി ഇറങ്ങി അതിൻ്റെ പാട്ടിന് പോയി. ഒരിച്ചിരി മുന്നേ വന്നിരുന്നെങ്കിൽ, ഒരിച്ചിരി ശേഷം വന്നിരുന്നെങ്കിൽ ഇന്നും കരടിയെ കാണാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഈ താഴെ നടക്കുന്ന പുലിയെ പോലെ ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആക്റ്റീവായിട്ട് നടക്കാനായിരുന്നു എപ്പോഴും ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ആ കിടന്നുറങ്ങുന്നില്ലേ, അതാണ് ഞാൻ ഫുൾ ടൈം ഉറക്കം. ഒരു ചെറിയ തിരുത്തുണ്ട്. സൂല് മൃഗങ്ങളെ കാണാൻ പറ്റില്ല. കാരണം പാവം അത് പലതും ഒറ്റയ്ക്കൊക്കെയാണ് കിടക്കുന്നത്, ഗ്രൂപ്പായിട്ടല്ല. ഭയങ്കര മൃഗങ്ങളെ കണ്ടിട്ട് നമുക്കില്ലാത്ത ഡിപ്രഷൻ വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നേച്ചർ കാണാൻ വന്നാൽ മതി, മൃഗങ്ങളെ കാണാൻ വരണ്ട. അത്രയും എനിക്കിഷ്ടമായില്ല. കുഞ്ഞായിരുന്നപ്പോൾ അതൊന്നും തോന്നിയില്ല കേട്ടോ. കുഞ്ഞായിരുന്നപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ എന്തോ ലൈക്ക് ഭയങ്കരമായിട്ട് അതിനെ കൂട്ടിലടച്ച്, നമ്മളൊരു കൂട്ടിലടച്ചിട്ടാൽ നമുക്കെന്ത് തോന്നും, അതുപോലൊരു തോന്നലായിരുന്നു. എന്തായാലും ഇന്ന് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറേ ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലീസി ഡേയ്സിന് ഏകദേശം ഒരു അന്ത്യമായി. കുറച്ചെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. So we are going back to our normal routine. Subscribe and like if you think I deserve it. So bye bye.